നവ്യ നായരുടെ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്ദനം എന്ന് പറഞ്ഞൊരൊറ്റ സിനിമ മതി നവ്യ നായരെ കഴിവുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമാണ് ആദ്യമായിട്ട് ഇറങ്ങിയ പടം. അത് കഴിഞ്ഞിട്ടാണ് നന്ദനം വന്നത്. പക്ഷേ നന്ദനം വന്നോട് കൂടിയിട്ടാണ് ശരിക്കും നവ്യനെ നവ്യയായിട്ട് ആൾക്കാരെ അംഗീകരിച്ചത്. ഒരുപാട് ആരാധകരുണ്ടാക്കിയിട്ടുള്ളൊരു നടിയാണ് നവ്യ നായർ. ആ നവ്യ നായർ നമ്മൾ ഇഷ്ടത്തിൽ കാണുന്ന അതേപോലെയുള്ള നവ്യ നായരിനെ നമ്മളിപ്പോഴും കാണുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടീൻ്റെ ഒരു മോനുണ്ട്. എന്നിരുന്നാലും ഒരു മാറ്റങ്ങളും ഇല്ല. ഇപ്പോഴും അതീവ സുന്ദരിയായിട്ട് തന്നെയാണ് നവ്യ നായർ നിൽക്കുന്നത്. അധികം നിറോ കളറോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മുഖത്തിൻ്റെ ഐശ്വര്യമാണത്. അത് നല്ലൊരു കറുപ്പിന് ഏഴഴകുണ്ടെന്ന് പറഞ്ഞ പോലെയാണ് നവ്യ നായർ. നവ്യ നായർ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സൺറൈസ് ഹോസ്പിറ്റലിലെ ഒരു പരിപാടിക്ക് വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ നവ്യ നായർ ഒരു സത്യം പറഞ്ഞു. അവിടുത്തെ ഡോക്ടർമാർ നവ്യ നായരെ ചതിച്ചൊരു കഥയാണ് നവ്യ നായർ അന്ന് അവിടെ പ്രസംഗത്തിൽ പറഞ്ഞത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വയറുവേദനയായിട്ട് അപ്രൻറ്റീസിൻ്റെ ഒരു വയറുവേദനയായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഉടനടി ആൾ മരിക്കും. അത്രയും ഡേഞ്ചറായിട്ടാണ് ചെന്നത്. നവ്യക്കാറ്റിന് ഒരു സൂചി കുത്താനായിട്ട് പേടിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നമില്ല. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ആൻറ്റിബയോട്ടിക്സോ വേദനയുടെ ഗുളിയൊക്കെ തന്നെ എന്നെ അവസാനിപ്പിക്കും, ഈ വേദന എനിക്ക് തിന്ന് നടക്കാൻ പറ്റില്ല, എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, തൽക്കാലം ഇപ്പം നമുക്കൊരു ഇഞ്ചക്ഷൻ ചെയ്യാം, ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് നമുക്ക് കാര്യങ്ങളെല്ലാം വൃത്തിയാക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി ഇഞ്ചക്ഷനല്ല ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്തോടുകൂടി അതോടൊരു ബോധം പോയി. അപ്പോൾ ഇത് മയക്കാനുള്ള ഇഞ്ചക്ഷൻ ചെയ്തത് അതോട് കൂടിയിട്ട് കീ ഹോൾ സർജറി ചെയ്തിട്ട് അപ്രൻറ്റീസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് എണീറ്റിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചതിച്ച ഒരു ഹോസ്പിറ്റലിലെ ഒരു ഓർമ്മകളുമായിട്ടാണ് വീണ്ടും നവ്യ നായർ അവിടെ ചെല്ലണത്. നവ്യ നായരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിക്കാൻ നവ്യ നായർക്ക് തീരെ താല്പര്യം ഉണ്ടാകുന്നില്ല. സിനിമയിൽ അഭിനയിക്കണം. അത് കലോത്സവത്തിൽ ഉണ്ടാകുന്ന അമ്പിളിദേവിയായിട്ടുള്ള വഴക്കുണ്ടായ അന്ന് മുതലുള്ള ഒരു വാശിയാണത്. സിനിമയിൽ അഭിനയിക്കണം, പേരെടുക്കണം എന്ന് മാത്രമാണ് നവ്യ നായരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടുകാർ നിർബന്ധിച്ചുള്ള ഒരു കല്യാണമാണ് ഇപ്പം നടന്നത്. ആ നടന്ന കല്യാണത്തിനോട് താല്പര്യമില്ല, ഇനിയും കുറേ സിനിമകളിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു നടിയാണത്. അതുപോലെ ആവേശം, അതുപോലെ അഭിനയം മാത്രം മനസ്സിലുണ്ടാകുന്നുള്ളൂ. അത് പെട്ടെന്ന് പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. അത് വീട്ടുകാർ ചെയ്തൊരു തെറ്റാണ്. പക്ഷേ കല്യാണം കഴിച്ചോട് കൂടിയിട്ട് കുട്ടിയായപ്പോൾ ഭർത്താവ് ഭയങ്കര ബിസി മാനാണ്. ഒരുപാട് ബിസിനസ് ബോംബെയിലുള്ളൊരു വ്യക്തിയാണ്, നല്ല വ്യക്തിയാണ്, വളരെ സൈലൻറ്റ് മാനാണ്. അങ്ങനെ കല്യാണം കഴിച്ചു. അവന് പെട്ടെന്ന് കുട്ടിയായപ്പോൾ ഭർത്താവ് പറഞ്ഞു എന്തായാലും നീ സിനിമാവിനെയും നിർത്ത്, ഈ മോനെയൊക്കെ നോക്കി നീ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അത് വലിയൊരു ഷോക്കായി. പക്ഷേ നടിയായിട്ടിരിക്കുന്ന ആൾക്കാർ അത് നമ്മുടെയൊക്കെ ഒരു സ്വത്താണ്. ഇവർ കലാകാരികളും കലാകാരന്മാരും അവരങ്ങനെ ഒരു വീട്ടിൽ 4 ചുമരിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടി മകനെയോ മകളെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ഒതുങ്ങിക്കൂടി അവരെ നോക്കി ജീവിക്കേണ്ട ആൾക്കാരെല്ലാവരും അവരെ കഴിവുകൾ പ്രകടിപ്പിക്കുക. നമുക്കൊരു ജന്മത്തിലുള്ള മാക്സിമം നമ്മൾക്ക് സിനിമയിൽ അഭിനയിച്ച് നമുക്ക് പേരെടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നവ്യ നായർ ആദ്യത്തെ ഒരു മോഹം അതോടുകൂടി പോയി. അതിൻ്റെ ഇടയിൽ പൃഥ്വിരാജായിട്ട് നമ്മുടെ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടത്തിലെ നമ്മുടെ സ്നേഹമാണ് പ്രേമമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പത്രങ്ങളിലും കാര്യങ്ങളിലും വീക്കിലികളിലൊക്കെ കുറവ് വന്നു. പക്ഷേ നവ്യ നായർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് നന്ദനത്തിൽ വെച്ചിട്ട് ഈ നമ്മുടെ രാജുവിനെ കാണുന്നത്. രാജുവിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ്. നവ്യ നായർ അപ്പോൾ വലിയൊരു നടിയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നവ്യ നായർ കൂടെ അഭിനയിക്കാൻ തന്നെ നമ്മുടെ പൃഥ്വിരാജിന് പേടിയാണ്. പല കാര്യങ്ങളും നവ്യോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ രാജു അഭിനയിക്കുന്നത്. അങ്ങനെയുള്ള ആൾ പ്രേമ. ഇവിടെ ഈ പൃഥ്വിരാജിൻ്റെ അജണ്ടയിലില്ലാത്തൊരു സംഗതിയാണ് പ്രേമം. അതേപോലെ തന്നെ നവ്യ നായർ അജണ്ടയിലില്ലാത്തൊരു സംഭവമാണ് പ്രേമം. സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള മോഹം മാത്രമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എങ്ങനെ അവർ പ്രേമിക്കുക? അപ്പോൾ അവർ വെറുതെ പറഞ്ഞതല്ലേ? അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി നവ്യ നായരും ഭർത്താവും തമ്മിൽ പിരിഞ്ഞു. അതിന് ഉദാഹരണമായിട്ട് പറയണത് നവ്യ നായരിൻ്റെ നാവുകൊണ്ട് ഇന്ന് അവർ പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. അവർ പിരിഞ്ഞിട്ടുമില്ല. അവരിപ്പോഴും വളരെ സ്നേഹത്തിൽ തന്നെ അവർ ജീവിക്കുന്നത്. നവ്യ നായരിപ്പോൾ അത് കാറ് മേടിച്ചപ്പോൾ നവ്യ നായർ ഭർത്താവിനെ കൂടെ കണ്ടില്ല. വിഷു വന്നപ്പോൾ നവ്യ നായരെ ഭർത്താവിനെ കൂടെ കണ്ടില്ല. ഇതൊക്കെ ഈ കാരണം പറയുന്നത് ഒരു ബിസിനസ് മാനായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകളുണ്ട്. അദ്ദേഹത്തിന് എപ്പോഴും നിങ്ങളെപ്പോലെ ഈ പണിയില്ലാത്തവരെ പോലെ ഭാര്യയുടെ അടുത്ത് അടയിരിക്കാൻ പറ്റില്ല. അവർ ബിസിനസ്സും കാര്യങ്ങളായിട്ട് അവർക്ക് ഓണോ വിഷുവോ മറ്റുള്ള കാര്യങ്ങളൊന്നും അവർക്കൊരു വിഷയമല്ല. അവർക്ക് ബിസിനസ്സിൽ ചിലരുടെ ടെൻഷനും കാര്യങ്ങളായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതൊരു സിനിമാ നടിയായാലും അവർക്ക് അവരുടേതായുള്ള ഷൂട്ടിങ്ങും തിരക്കും മകളായിട്ട് അവരങ്ങോട്ട് പോകും. അപ്പോൾ ഇപ്പോൾ ഭർത്താവിനെ അന്വേഷിക്കാൻ പറ്റില്ല എന്ന് വരും. അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കണം. ഇന്ന് വരെ നവ്യ നായർ അവർ പിരിഞ്ഞിട്ടില്ല. ഇപ്പോൾ നവ്യ നായരെ അമ്മായിമ്മ ഇപ്പോൾ അടുത്താണ് മരിച്ചത്. അമ്മയെക്കാളും സ്നേഹമാണ് അമ്മായിമ്മേനെ. ശരിക്കും അമ്മ മരിച്ചു കഴിഞ്ഞാൽ നവ്യ നായർക്ക് ഇത്ര സങ്കടം ഉണ്ടാവില്ല.
അത്രയും സ്നേഹമാണത്. അപ്പോൾ ആ ഒരു സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിനെ പറ്റിയിട്ടാണ് ഈ ആൾക്കാരില്ലാത്ത അപവാദമൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. നവ്യ നായർ രണ്ടാമതൊരു വരവ് വന്നു ഒരുത്തി എന്ന് പറഞ്ഞ പടത്തിൽ നന്നായി അഭിനയിച്ച നല്ലൊരു സിനിമ. അത് വളരെ ചെറിയൊരു നല്ല, നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ബോറടി ഇല്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമ. വേറൊരു ആയിട്ടൊരു പടത്തിൽ അഭിനയിച്ചു, അതും നല്ലൊരു സിനിമയായിരുന്നു. പക്ഷേ ഇതൊന്നല്ല നവ്യ നായരയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നവ്യ നായരയിൽ നിന്ന് ഇതിനേക്കാളും ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്യാനും ഉള്ള കഴിവ് നവ്യ നായർക്ക് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാമറുണ്ട്, അഭിനയ ശേഷിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നവ്യ നായർ എങ്ങനെ ഇവർ ശ്രദ്ധിക്കാത്ത എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നത്. നവ്യ നായർ കാത്തിരിക്കുന്ന നല്ലൊരു കഥാപാത്രത്തിന് വേണ്ടി, ഞങ്ങളും കാത്തിരിക്കുന്നു നല്ലൊരു കഥാപാത്രത്തിന് വേണ്ടി.